സോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് എ ഐ, വാട്ട് ഈസ് എ ഐ. നമുക്കറിയാം, നമ്മൾ പലയിടത്തും കേൾക്കുന്നുണ്ട്. ഇപ്പോൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു സാധനമാണ് എ ഐ എ ഐ എ ഐ. ബട്ട് എന്താണ് എ ഐ? നമുക്കറിയാം, റീസെൻ്റ്ലി തന്നെ നോക്കിയറിയാം, ആപ്പിൾ ഇൻ്റഗ്രേറ്റഡ് എ ഐ ടു ദെയർ മൊബൈൽ ഫോൺസ്. അങ്ങനെ പലയിടത്തും എ ഐ ഇൻ്റഗ്രേഷൻ ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ എന്താണ് എ ഐ? ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും എ ഐ എന്താണെന്ന് അറിയായിരിക്കും, ബട്ട് സ്റ്റിൽ കുറച്ച് പേർക്കെങ്കിലും അറിയാത്തതാണ്. അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. എ ഐ എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സൂപ്പർ കമ്പ്യൂട്ടറിനെയോ അല്ലെങ്കിൽ ഒരു റോബോട്ടിനെയോ മനുഷ്യനെ പോലെ ചിന്തിക്കാനും അല്ലെങ്കിൽ മനുഷ്യനെ പോലെ തന്നെ പഠിക്കാനും സഹായിക്കുന്ന ഒരു പ്രോഗ്രാമിങ്ങിനെയാണ് എ ഐ എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്കൊരു സുഹൃത്തുണ്ടെന്ന് വിചാരിക്കുക. ആ ഫ്രണ്ടിന് ഈസി ആയിട്ട് പസിൽ സോൾവ് ചെയ്യാൻ പറ്റുന്നു, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എന്നും നല്ലതായിരിക്കുമല്ലേ? ഇത് തന്നെയാണ് ഒരു കമ്പ്യൂട്ടർ ലാംഗ്വേജ് യൂസ് ചെയ്ത് ഒരു മെഷീനെ കൊണ്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇതിനെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ തന്നെ കുറച്ച് എക്സാമ്പിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകുന്നതേ ഉള്ളൂ. ഒരു സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വോയിസ് അസിസ്റ്റൻസ്. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ഫോണിലുള്ള ഈവൻ ആൻഡ്രോയിഡ് ആണെങ്കിലും ഐഫോൺ ആണെങ്കിലും സിറി ഉണ്ട്, അതുപോലെ തന്നെ ഗൂഗിൾ അസിസ്റ്റൻ്റ് ഉണ്ട്. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോണിൽ ടച്ച് ചെയ്ത് ഓക്കെ ഗൂഗിൾ എന്ന് പറയുമോ അല്ലെങ്കിൽ സിറി എന്ന് വിളിച്ചു കഴിഞ്ഞാലോ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഒരാൾ വരികയാണ്, ഒരു അസിസ്റ്റൻസ് നമുക്ക് അവിടെ കിട്ടുകയാണ്. നമുക്കിപ്പോൾ അറിയണം അടുത്തുള്ള ഒരു ഹോട്ടൽ ഏതുണ്ട്, ബെസ്റ്റ് ഹോട്ടൽ അല്ലെങ്കിൽ ബെസ്റ്റ് ചൈനീസ് ഹോട്ടൽ നിയർ മീ എന്ന് ജസ്റ്റ് സിറിയോടോ ഗൂഗിളിനോടോ ചോദിച്ചു കഴിഞ്ഞാൽ അവരപ്പം തന്നെ നമുക്ക് പറഞ്ഞു തരികയാണ് അടുത്ത് ഇതൊക്കെയുണ്ട്. അവരപ്പം തന്നെ നമ്മുടെ ലൊക്കേഷൻ അനലൈസ് ചെയ്ത്, നമ്മുടെ ചുറ്റുമുള്ള ലൊക്കേഷൻ അനലൈസ് ചെയ്തിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ് ഇന്ന നല്ല ഹോട്ടലുകൾ നമ്മുടെ അടുത്തുണ്ട്, അതിൻ്റെ റേറ്റിംഗ്, അതിൻ്റെ കാര്യങ്ങൾ ഇതെല്ലാം ചേർത്ത് പറഞ്ഞു തരികയാണ്. സോ വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് അവൈലബിൾ ആയിട്ട് വരികയാണ് എന്തൊക്കെ നമ്മുടെ അടുത്ത് ഉണ്ടെന്നുള്ളത്. സോ ദാറ്റ്സ് ദ പവർ ഓഫ് എ ഐ. ഇങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ ഡെയിലി ലൈഫിൽ എ ഐ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ ജസ്റ്റ് സ്ക്രോൾ ചെയ്യുന്ന പോകുന്ന ഡെയിലി നിങ്ങൾ നോക്കുന്ന യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ഒരു വീഡിയോ ഉണ്ട്, സ്ക്രോൾ ചെയ്ത് പോകുന്നു, വീണ്ടും അതേപോലത്തെ ഒരു വീഡിയോ വീണ്ടും കാണുന്നു, അല്ലെങ്കിൽ ആ ചാനലിൽ തന്നെ വീഡിയോ വീണ്ടും കാണുന്നു. ഇതെല്ലാം ഒരു അൽഗോരിതം, ഇതെല്ലാം എ ഐ യൂസ് ചെയ്ത് ചെയ്യുന്നതാണ്. സോ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രവൃത്തി എ ഐ സ്റ്റഡി ചെയ്യുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന ഒരു കാര്യങ്ങൾ എ ഐ സ്റ്റഡി ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനെ ബേസ് ചെയ്തുള്ള സജഷൻസ് തന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് എ ഐ ചെയ്യുന്നത്. ഇതൊക്കെ എങ്ങനെയാണ് എ ഐ ചെയ്യുന്നതെന്നുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ലൈക്ക് നമ്മുടെ ബിഹേവിയർ പാറ്റേൺസ്, അങ്ങനെ പല കാര്യങ്ങൾ എ ഐ വാച്ച് ചെയ്യും. അത് കുറേ വട്ടം റിപ്പീറ്റ് ചെയ്ത് എ ഐ പഠിക്കും. ഇപ്പോൾ തന്നെ പറയുകയാണെങ്കിൽ ഒരു ക്യാറ്റ് അല്ലെങ്കിൽ ഒരു ഡോഗ് എ ഐ ഐഡൻറ്റിഫൈ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ എ ഐക്ക് നമ്മളൊരു 1000 പിക്ചേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇത് പിന്നെയും കാണിച്ച് എ ഐക്ക് മനസ്സിലാക്കി, ഓക്കെ ഇത് ക്യാറ്റാണ് അല്ലെങ്കിൽ ഇത് ഡോഗാണ്. എ ഐ പഠിപ്പിച്ചാണ്. പിന്നെ നമ്മളൊരു ഫോട്ടോ കാണിച്ചിട്ട് ഇത് ആരാന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എ ഐക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ സാധിക്കും. അതാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ എ ഐ പഠിപ്പിച്ചെടുക്കുകയാണ്. ലൈക്ക് നമ്മളൊരു മനുഷ്യൻ നമ്മൾ സ്കൂളിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഒരു കാര്യം പഠിക്കുന്ന പോലെ തന്നെ നമ്മൾ ഒരു പ്രോഗ്രാമിങ്ങിനെ പഠിപ്പിച്ചാണ് ഈ സാധനങ്ങളെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ദ ഇമ്പാക്റ്റ് ഓഫ് എ ഐ? നമ്മൾ തന്നെ ചുറ്റും നോക്കിയാൽ മതി ഏതൊക്കെ ഫീൽഡിലാണ് ഇപ്പോൾ എ ഐ യൂസ് ചെയ്യുന്നത്. ലൈക്ക് ഹെൽത്ത് കെയറിൽ പറയുകയാണെങ്കിൽ ഇപ്പം തന്നെ അറിയാം, നമുക്ക് ക്യാൻസർ ഡിറ്റക്ഷൻ വളരെ എളുപ്പമാക്കിയിരിക്കുകയാണ് എ ഐ. ഡോക്ടേഴ്സ് എത്ര പ്രിസൈസായിട്ട് റിസൾട്ട് തരുന്നോ അതുപോലെ പ്രിസൈസായിട്ട് റിസൾട്ട് തരാൻ എ ഐക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് പല കാര്യങ്ങൾ, ലൈക്ക് ഈവൻ പ്രിഡിക്റ്റിംഗ് ഹാർട്ട് അറ്റാക്സ്, അങ്ങനെ പല കാര്യങ്ങളും എ ഐ കൊണ്ട് ഇപ്പം സാധിക്കുന്നുണ്ട്. സോ അങ്ങനെ ഹെൽത്ത് കെയറിൽ യൂസ് ചെയ്യുന്നുണ്ട്, ട്രാൻസ്പോർട്ടേഷനിൽ യൂസ് ചെയ്യുന്നുണ്ട്, എൻവയോൺമെൻറ്റ്, അങ്ങനെ പലയിടത്തും നമ്മളിപ്പോൾ എ ഐ യൂസ് ചെയ്യുന്നുണ്ട്. സോ ദ ഇമ്പാക്റ്റ് ഈസ് വെരി ഹൈ. നമ്മൾ അതുപോലെ എ ഐ നമ്മുടെ ഡെയിലി പല കാര്യങ്ങളിലും യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇൻ കൺക്ലൂഷൻ, എ ഐ നമ്മുടെ ലൈഫ് ഭയങ്കര എളുപ്പമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പല കാര്യങ്ങളിലും എളുപ്പമാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പണ്ട് ഒത്തിരി ടൈം എടുത്ത് ചെയ്ത പല കാര്യങ്ങളും എ ഐ കൊണ്ട് നമ്മളിപ്പം പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു സംഭവത്തിലെത്തിയിരിക്കുകയാണ്. ഈവൻ ഞാനിപ്പോൾ പറഞ്ഞ നമ്മുടെ ഹെൽത്ത് കെയർ യൂസ് ചെയ്യുന്നത്, ഹെൽത്ത് കെയറിൽ മെഡിസിൻസ് കണ്ടുപിടിക്കാൻ എ ഐ സഹായിക്കുന്നുണ്ട്. പണ്ട് നമ്മളൊരു അസുഖം കൊണ്ട് കാണിച്ച് അത് എത്ര നാളെടുത്താണ് ഡോക്ടേഴ്സ് അതിനൊരു മെഡിസിൻ കണ്ടുപിടിക്കുന്നത്. ബട്ട് ഇപ്പോൾ എ ഐ യൂസ് ചെയ്ത് അവർക്ക് വളരെ ഫാസ്റ്റായിട്ട് തന്നെ അതിന് മെഡിസിൻ കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ട്. സോ അങ്ങനെ പല കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ ഇപ്പോൾ എ ഐ കാരണം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. സോ ജസ്റ്റ് തിങ്ക് വാട്ട് എ ഐ ക്യാൻ ഡു ഇൻ ഫ്യൂച്ചർ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, do share, like and comment on this video, and also don't forget to subscribe the channel.